വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡല്ലേ, അങ്ങനെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 2 റിപ്പോർട്ടിലും ഒപ്പിട്ടത് പപ്പിയുടെ വല്യച്ഛനാണോ എന്ന്. അന്നേരം അതേന്ന് പറയുകയാണ്. തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട്, ശരിക്കും അച്ഛൻ തന്നെയാണ് ഒപ്പിടേണ്ടതെന്ന്. അന്നേരം എൻ്റെ അച്ഛൻ വിദേശത്തല്ലേ, പപ്പിയുടെ ഒപ്പിട്ടതാണെങ്കിൽ വല്യച്ഛനും എന്നിങ്ങനെ അതെങ്ങനെ ശരിയാവും എന്നൊക്കെ ചോദിച്ചിട്ട്, എന്നാലും സോറി അമ്മേ എന്നും പറഞ്ഞ് ഇങ്ങനെ സത്യമാണെങ്കിൽ സോറിയൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അന്നേരം സാരമില്ല മോളെ, മാർക്കുണ്ടല്ലോ, കുഴപ്പമില്ല എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. തുടർന്ന് പ്രോഗ്രസ് കാർഡ് മോൾ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ പ്രോഗ്രസ് കാർഡ് എന്ന് ചോദിക്കുകയാണ്. അന്നേരം മാർക്കൊക്കെ അമ്മ നോക്കിയിട്ട് നാളെ രാവിലെ തരാമെന്ന് പറയുകയാണ്. തുടർന്ന് ശരിയെന്നും പറഞ്ഞ് സത്യം ഓടി അകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്, ദൈവമായിട്ട് ചില അടയാളങ്ങളൊക്കെ കാണിച്ച് തന്നിരിക്കുകയാണ്, അത് കണ്ടിട്ടെങ്കിലും എന്ന് പറഞ്ഞിട്ട് ശാലിനിയെ നോക്കുമ്പോൾ ശാലിനി ദയനീയമായിട്ട് ശാരദാമ്മയെ തന്നെ നോക്കിയാണ്. അന്നേരം പറഞ്ഞിട്ട് എന്താ കാര്യമൊന്നും പറഞ്ഞ് ശാരദാമ്മ അങ്ങ് വിഷമത്തോടെ അകത്തേക്ക് പോകുന്നുണ്ട്. ഇതേസമയം ശാലിനിയാണെങ്കിൽ വീണ്ടും ആ പ്രോഗ്രസ് കാർഡ് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ചിരിക്കുന്ന മുഖം ഇങ്ങനെ അതിൽ തെളിയുകയാണ്. തുടർന്ന് വിഷ്ണു ഒപ്പിട്ട ആ ഒപ്പിലൊക്കെ ഇങ്ങനെ കൈകൊണ്ട് തലോടുകയും ആകെ വിഷമിച്ച് പ്രോഗ്രസ് കാർഡ് അങ്ങ് നെഞ്ചോട് ചേർത്ത് അങ്ങനെ വിഷമിച്ച് ശാലിനി ഇരിക്കുകയാണ്. ഇതേസമയം ശിവദാസനാണെങ്കിൽ കളക്ടറുടെ പേഴ്സണൽ അസിസ്റ്റൻ്റ് അല്ലേ എന്നും പറഞ്ഞ് അനുപല്ലവിയെ ഫോൺ ചെയ്യുന്നുണ്ട്. സമൂഹ വിവാഹത്തിൻ്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനാണെന്ന് പറയുമ്പോൾ മാഡത്തിൻ്റെ നാളത്തെ പ്രോഗ്രാംസിൽ അതും കൂടി ചാർട്ട് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് സമയത്തെത്തും, 11 മണിക്കല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെ ഓർമ്മിച്ചതിന് ശേഷം ശിവദാസൻ ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം അപ്പോൾ കളക്ടർ മാഡവും എത്തും, സത്യഭാമയും എത്തുമെന്നും പറഞ്ഞ് ആകെ സന്തോഷത്തിലാണ് ശിവദാസൻ. തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ കളക്ടർ ശാലിനിയാണെങ്കിൽ ആ സമൂഹ വിവാഹ ചടങ്ങിലേക്ക് പുറപ്പെടുകയാണ്. കൂടെ അനുപല്ലവിയുണ്ട്. സെക്യൂരിറ്റി ആയിട്ട് ചന്ദ്രബോസ് ആണ് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നത്. ചന്ദ്രബോസ് ഇങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കിയിട്ട് ആരുടെ മുഖമാണോ കാണരുതെന്ന് വിചാരിച്ചത്, അവളുടെ സെക്യൂരിറ്റി ആയിട്ട് എനിക്ക് പോകേണ്ടി വരുന്നല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം എന്താ ചന്ദ്രബോസ്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല മാഡം എന്ന് പറയുകയാണ്. അന്നേരം ഈശ്വരനെയൊക്കെ വിളിക്കുന്നത് കേട്ടു, എന്തോ ജീവനിൽ പേടിയുള്ളതുപോലെ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം കളിയാക്കിയാണ് ശാലിനി സംസാരിക്കുന്നതൊക്കെ. അന്നേരം അങ്ങനെയൊന്നും ഇല്ല മേഡം എന്ന് പറയുമ്പോൾ എന്താ ഈശ്വര വിശ്വാസം ഇല്ലെന്നാണോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം അനുപല്ലവിയോടും അങ്ങനെയല്ലേന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് സാറിൻ്റെ കാര്യത്തിൽ അതിൽ സംശയമാണ്, ഈശ്വര വിശ്വാസമൊന്നും ഉണ്ടായില്ലെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞ് അവർ തങ്ങളിലങ്ങ് കളിയാക്കിയുള്ള സംസാരമാകുമ്പോൾ പിന്നെ ഇത് ശരിയല്ല മാഡം, രാവിലെ തന്നെ ഇങ്ങനെ പരിഹസിക്കല്ലോ, മാഡത്തിൻ്റെ യാത്ര ഒരു കുഴപ്പവുമില്ലാതെ പൂർത്തിയാകണമെന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചതാണെന്ന് പറയുകയാണ്. അന്നേരം ശരി നമ്മൾ വിശ്വസിച്ചു എന്നൊക്കെ ശാലിനി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇതേസമയം ചന്ദ്രബോസ് അങ്ങ് മനസ്സിൽ കരുതുകയാണ്, ഈശ്വരനോ പിശാചോ ആരെങ്കിലും നിന്നെ പൂട്ടിക്കാനായിട്ട് എനിക്കൊരു അവസരം തരുവടിയെന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ശാലിനിയും അതേപോലെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ആട്ടിൻ തോലിട്ട ചെന്നായാണ് നിങ്ങളെന്ന് എനിക്കറിയാം, നിങ്ങളുടെ തൊലി ഇരിക്കാൻ വേണ്ടി തന്നെ ഒരു സൗഹൃദ സംഭാഷണം നടത്തുന്നതേ ഉള്ളൂ എന്നിങ്ങനെ ശാലിനിയും വിചാരിച്ചിരിക്കുകയാണ്. അന്നേരം ഇഷ്ടമില്ലാതെയാണ് ശാലിനിയുടെ കൂടെ സെക്യൂരിറ്റി ആയിട്ട് ഈ ചന്ദ്രബോസ് പോയിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് ശാലിനിയാണെങ്കിൽ അനുപല്ലവിയോട് ഇന്നത്തെ പ്രോഗ്രാംസിൻ്റെ ചാർട്ട് ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്. അതൊക്കെ അനുപല്ലവി വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇഷ്ടമില്ലാതെ സെക്യൂരിറ്റി ആയിട്ട് ഫ്രണ്ട് സീറ്റിൽ പിന്നെ ചന്ദ്രബോസ് ഇരിക്കുന്നുണ്ട്. സത്യഭാമയാണെങ്കിൽ അമ്പലത്തിലേക്ക് പുറപ്പെടുകയാണ് കാറിൽ. വിഷ്ണുവും അതേപോലെ തൻ്റെ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് സത്യഭാമയാണെങ്കിൽ വിഷ്ണുവിനെ ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ജ്വല്ലറിയിൽ നിന്നും താലിമാലയൊക്കെ എടുത്തല്ലോ, അതുമായിട്ട് പെട്ടെന്ന് അമ്പലത്തിലെത്തണം എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് സ്പീഡിന് പോകാനൊക്കെ ഡ്രൈവർ സുരേഷിനോട് സത്യഭാമ പറയുകയാണ്. തുടർന്ന് ശിവദാസനാണെങ്കിൽ സത്യഭാമയെ ഫോൺ ചെയ്യുന്നുണ്ട്. സത്യാമ്മ എവിടം വരെയായും ചോദിക്കുമ്പോൾ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം എല്ലാവരും എത്തി. സത്യാമ്മയോട് വന്നെങ്കിൽ തുടങ്ങാമായിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു ഇപ്പോൾ താലിയും മാലയും ഒക്കെ ആയിട്ട് വരും, നിങ്ങൾ തുടങ്ങി വെച്ചോളൂ, ഞാൻ എത്തിക്കോളാമെന്ന് സത്യഭാമ പറഞ്ഞ ശേഷം ഡ്രൈവറോട് വീണ്ടും സ്പീഡിൽ വണ്ടി എടുക്കാൻ പറയുകയാണ്. തുടർന്ന് കാറിലിരുന്നു കൊണ്ട് തന്നെ ശാലിനി അനുപല്ലവിയോട് പറയുന്നുണ്ട്, ഇന്നത്തെ സമൂഹ വിവാഹത്തിൻ്റെ ആ പെൺകുട്ടികളുടെ പേരും ഡീറ്റെയിൽസും വിദ്യാഭ്യാസ യോഗ്യതയും ഒക്കെ എഴുതി വാങ്ങിക്കണം, അവർ നമുക്ക് എന്തെങ്കിലും സഹായിക്കണമെന്ന് പറയുകയാണ്. അന്നേരം ചന്ദ്രബോസിന് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല മാഡം, അത് തെറ്റാണ്, അവർക്ക് വിവാഹം തന്നെ കിട്ടുകയില്ലേ, ഇതിൽ കൂടുതൽ അവരെ എന്തോന്ന് സഹായിക്കാനാണ്, അന്ന് വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചന്ദ്രബോസ് പറയുകയാണ്. അന്നേരം ശാലിനിക്ക് ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, ഒരു താലിമാല എടുത്തിട്ട് കൈ കഴുകി വരാനായിട്ട് നമുക്ക് പറ്റില്ല, അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് അവരേതെങ്കിലുമൊക്കെ സ്ഥാനങ്ങളിൽ എത്തണം, സാമ്പത്തിക ഭദ്രത കൂടി ഉറപ്പുവരുത്തണം, പുറമേ നിന്ന് നോക്കുന്നവർക്ക് അതൊന്നും മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രബോസിനെ നോക്കുകയാണ്. അങ്ങനെ ചന്ദ്രബോസ് അങ്ങ് പല്ലി കടിച്ചു പിടിക്കുകയാണ്. ദാരിദ്ര്യത്തിൻ്റെ കുഴി കിടന്ന് ഓർമ്മപ്പെടുത്തൽ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രബോസ് ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. അന്നേരം അവരെ പറ്റുന്നത്ര സഹായിക്കണമെന്ന്, അങ്ങനെ വേണ്ടതെന്നൊക്കെ ശാലിനി അനുപല്ലവിയോട് ചോദിക്കുമ്പോൾ അതാണ് മാഡം, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് അനുപല്ലവി ശരി വയ്ക്കുന്നുണ്ട്. അന്നേരം ശാലിനിയുടെ സംസാരം, അവരുടെ എല്ലാവരുടെയും സംസാരമൊക്കെ ഡ്രൈവർ ഇങ്ങനെ ശ്രദ്ധിച്ച് തലകുലുക്കിയിരിക്കുകയാണ്. തുടർന്ന് ഭാമയുടെ വണ്ടിയാണെങ്കിൽ പതിയാണ് പോകുന്നത്. അന്നേരം ഇതെന്താടാ ഒച്ച കഴിയുന്ന പോലെ പോകുന്നത്, ഇതിലും ഭേദം ഞാൻ ഇറങ്ങി നടക്കുന്നതല്ലേ എന്നും പറഞ്ഞ് ഡ്രൈവറെ ഭാമ വഴക്ക് പറയുന്നുണ്ട്. അന്നേരം 5 മണി അങ്ങോട്ട് കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഓവർ സ്പീഡ് എടുത്താൽ എന്ന് പറയുകയാണ്. അന്നേരം എനിക്ക് ചടങ്ങിന് സമയത്ത് എത്തണ്ടേ, നേരത്തും കാലത്തും ഒക്കെ എത്തണ്ടേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സമയമുണ്ടല്ലോ, നമുക്ക് എത്താമെന്നിങ്ങനെ ഡ്രൈവർ പറയുന്നുണ്ട്.
തുടർന്ന് ഇങ്ങനെ ഭാമ ചിന്തിക്കുകയാണ്, മാലതിയെ കൂടി വിവരം അറിയിക്കാൻ തലയും മലയും ഒക്കെ കൊടുക്കുന്നതല്ലേ, അവൾക്ക് ചില കാര്യങ്ങളിലൊക്കെ എന്നെ വലിയ പുച്ഛമാണെന്ന് പറഞ്ഞിട്ട് സത്യഭാമയാണെങ്കിൽ മാലതിയെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അങ്ങ് തകർത്ത് കാര്യങ്ങളൊക്കെ വരികയാണ്. ഞാൻ സമൂഹ വിവാഹം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് എന്ന് വെച്ചാൽ മാലതിയോട് ഡംബ് കാണിക്കാൻ തന്നെയാണ് സത്യഭാമ അങ്ങനെയൊക്കെ കാറിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. തുടർന്ന് കാറിലിരിക്കുന്ന ചന്ദ്രബോസ് ആണെങ്കിൽ ശാലിനിയോട് പറയുകയാണ്, മാഡം ഞാനൊരു സഹായം ചോദിച്ചോട്ടെ, എൻ്റെ പരിചയത്തിൽ കുറേ പാവപ്പെട്ട സ്ത്രീകളുണ്ട്, അവർക്കും എന്തെങ്കിലുമൊക്കെ ജോലി കൊടുക്കാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഈ കാക്കയ്ക്കുള്ളിൽ ഇത്രയും നല്ല മനസ്സുണ്ടായിരുന്നു, അവരെവിടെയാണ് താമസിക്കുന്നത്, ഏത് ഓർഫനേജിലാണ് താമസിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഓർഫനേജിൽ നിന്നുമല്ല, ACP നഗറിലാണെന്ന് പറയുന്നുണ്ട്. അന്നേരം അതൊരു റെസിഡൻസ് ഏരിയ അല്ലേ, അവിടെ സമ്പന്നരല്ലേ താമസിക്കുന്നത് എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം അത് പുറമേ നിന്ന് നോക്കിയാൽ സമ്പന്നരാണെങ്കിൽ തോന്നും, പക്ഷെ അവരെന്നും എന്നെ വിളിച്ച് പരാതി പറയാറുണ്ട്, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചെന്നൊക്കെ പറയുമ്പോൾ ശാലിനിക്ക് കാര്യം മനസ്സിലാവുകയാണ്. അങ്ങനെ ശാലിനി തിരിച്ച് അതേപോലെ കളിയാക്കി പറയുകയാണ്, ഒരു ACPയെ വിളിച്ച് സമ്പന്ന വീട്ടിലെ കൊച്ചമ്മമാർ തങ്ങൾ അനുഭവിക്കുന്ന ഏകാന്തതയെക്കുറിച്ച് പരാതി പറയണമെങ്കിൽ അവരെങ്ങനെയുള്ളവരാണെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ACP അങ്ങ് ചന്ദ്രബോസ് അങ്ങ് വല്ലാതെ പോവുകയാണ്. ചിരിയെ അടക്കി പിടിക്കാനായിട്ട് അനുപല്ലവിയും ഡ്രൈവറും ഒക്കെ ശ്രമിക്കുകയാണ്. സൂചി കയറ്റാനുള്ള സ്ഥലം തന്നാൽ തുമ്പ കയറ്റുന്ന നിങ്ങളെയൊക്കെ എന്തിനാ പറയുന്നതെന്നും പറഞ്ഞ് ശാലിനി അങ്ങ് കളിയാക്കുകയാണ്. അന്നേരം പുല്ല് വേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ചന്ദ്രബോസ് അങ്ങ് തിരിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് അറബി ഒട്ടകത്തിന് തണുപ്പത്ത് കാല് വയ്ക്കാൻ സ്ഥലം കൊടുത്ത കഥയൊക്കെ പറയുകയാണ്. പിന്നെ ACPക്കാണ് ആ മരുഭൂമി കൂടാരം തന്നിരുന്നതെങ്കിൽ മരുഭൂമി തന്നെ മറിച്ച് വിറ്റേനെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ ആകെ മാനം കെട്ടങ്ങ് ചന്ദ്രബോസ് ഇരിക്കുകയാണ്. ഇതേസമയം സത്യഭാമയുടെ വണ്ടിയാണെങ്കിൽ വഴി വെച്ച് ബ്രേക്ക് ഡൗൺ ആവുകയാണ്. അന്നേരം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ഡ്രൈവർ ഇറങ്ങിയ ബോണറ്റൊക്കെ തുറന്ന് നോക്കുന്നുണ്ട്. ഇതേസമയം സത്യഭാമയും കാറിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങിയാണ്. തുടർന്ന് ശിവദാസനാണെങ്കിൽ ഭാമയെ ഫോൺ ചെയ്യുന്നുണ്ട്. എവിടെ എത്തി സത്യാമ്മയും ചോദിക്കുമ്പോൾ എന്ത് പറയാനാണ്, ഞാൻ വന്ന വണ്ടി വഴിയിൽ കേടായി വഴി കിടക്കുകയാണെന്ന് പറയുകയാണ്. അന്നേരം എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ സമയത്ത് തന്നെ എത്തിക്കോളാം എന്ന് പറഞ്ഞ് ഭാമ ഫോൺ വയ്ക്കുന്നുണ്ട്. തുടർന്ന് ഡ്രൈവറോട് ഇപ്പോഴെങ്ങാണ് ശരിയാവുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം നമുക്ക് മെക്കാനിക്കിനെ വിളിച്ച് ശരിയാക്കാമെന്ന് ഈ ഡ്രൈവർ പറയുമ്പോൾ ഭാമ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. ഇനി മെക്കാനിക്കിനെയൊക്കെ വിളിച്ച് എപ്പോഴും ശരിയാക്കാനാണ്, ഞാൻ നടന്നു പോയിക്കോളാം, ഇറങ്ങി തിരിച്ചില്ലേ, നടന്നോളാം എന്ന് പറയുകയാണ്. അന്നേരം അത് സത്യാമ്മയെന്ന് പറയുമ്പോൾ ഏതെങ്കിലും വണ്ടി കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് സത്യഭാമയാണെങ്കിൽ റോഡിലൂടെ നടക്കുകയാണ്. ഇതേസമയം കാലിരിക്കുന്ന ശാലിനിക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. അന്നേരം ശരി അറിയിക്കാമെന്നൊക്കെ പറഞ്ഞ് ശാലിനി ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം എന്താ ആരാന്നൊക്കെ അനുപല്ലവി ചോദിക്കുമ്പോൾ ഞാനിവിടെ സമൂഹ വിവാഹം നടക്കുന്നത് അറിഞ്ഞിട്ട് ഒരു ഓർഫനേജിൽ നിന്നും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് വിളിച്ചതാണ്. അവർക്ക് 3 ഓർഫനേജ് ഉണ്ട്, അവിടെയും വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളുണ്ട്. ഇനി എന്തെങ്കിലും ഇങ്ങനെ ചടങ്ങ് നടത്തുമെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തണേ, അറിയിക്കണേ എന്നാണ് പറഞ്ഞതെന്ന്. അന്നേരം ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞു എന്ന് ശാലിനി പറയുകയാണ്. അന്നേരം അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ ശുദ്ധ തട്ടിപ്പാണ് മാഡം എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുകയാണ്. അന്നേരം അതെങ്ങനെ നിങ്ങൾക്കറിയാൻ ചോദിക്കുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴേ എനിക്കറിയാമെന്നും പറഞ്ഞ് വീണ്ടും ചന്ദ്രബോസ് അങ്ങ് തട്ടിവിടുകയാണ്. അന്നേരം ഇക്കണക്കിനാവുമല്ലോ നിങ്ങളുടെ കേസ് അന്വേഷണമെന്ന് ചോദിക്കുകയാണ്. കേൾക്കുമ്പോഴേ എല്ലാം അങ്ങ് മനസ്സിലാവുമല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെ തന്നെയാണ് മാഡം, ഞാൻ കറക്റ്റായിട്ട് അന്വേഷിക്കും, കേൾക്കുമ്പോൾ തന്നെ എനിക്കെല്ലാം അറിയാമെന്ന് പറയുകയാണ്. തുടർന്ന് നിങ്ങൾക്ക് കള്ളക്കണക്കും തെളിവുകളൊന്നും ഇല്ലാതെ വെറുതെ കബഡി നിരത്തിയല്ല, കേസ് അന്വേഷിക്കാനല്ല ഈ കാക്കി യൂണിഫോം തന്നിരിക്കുന്നത്, അതെങ്ങനെയാണ് പറഞ്ഞാൽ മനസ്സിലാവുക, കള്ളന് കഞ്ഞി വയ്ക്കാൻ വേണ്ടി റേഷൻ കട കൊള്ളയടിച്ച മുതലിനോടല്ലേ ഞാൻ ഈ പറയുന്നതെന്നും പറഞ്ഞ് ശാലിനി വീണ്ടും അങ്ങ് പരിഹസിക്കുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുകയാണ്. അന്നേരവും കിട്ടേണ്ടത് വീണ്ടും ചന്ദ്രബോസിന് കിട്ടുകയാണ്. വീണ്ടും അങ്ങ് മാനം കെട്ട് ചന്ദ്രബോസ് ഇരിക്കുന്നുണ്ട്. എത്ര കിട്ടിയാലും ചന്ദ്രബോസിന് മതിയാവുന്നില്ല. ഇതൊക്കെ കേട്ടങ്ങ് ചിരിക്കുകയാണ് ഡ്രൈവറും അനുപല്ലവിയും ഒക്കെ. ഇതേസമയം വിഷ്ണു ആണെങ്കിൽ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അമ്പലത്തിൽ എത്തിയിട്ടില്ല. തുടർന്ന് സത്യഭാമയാണെങ്കിൽ നടന്ന് ആകെ അങ്ങ് തളരുന്നുണ്ട്, നന്നായിട്ട് വീർക്കുകയൊക്കെ ചെയ്യുകയാണ്. ഏത് സമയത്താണോ എന്തോ വണ്ടിയുമായിട്ട് പുറപ്പെടാൻ എനിക്ക് തോന്നിയത്, ഇനിയിപ്പോൾ ചടങ്ങ് തുടങ്ങാറായല്ലോ, സമയത്തിന് എത്തുമോ എന്തോ, ഇവിടെ എങ്ങും ഒരു വണ്ടിയും വരുന്നില്ലല്ലോ, BP-യുടെ ഗുളിക പോലും എടുത്തില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നും പറഞ്ഞ് ഭാമ അങ്ങ് വെപ്രാളവും സങ്കടവും ദേഷ്യവും ഒക്കെയാണ്. തുടർന്ന് ഒരു വണ്ടിയും കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് റോഡിൽ നിന്ന് ചുറ്റുമൊക്കെ നോക്കുകയാണ്. തുടർന്ന് അതിലൊരു കാർ വരുന്നുണ്ട്, പക്ഷേ ഭാമ കൈ കാണിക്കുന്നെങ്കിലും അത് നിർത്താതെ അങ്ങ് പോകും. അയ്യോ ശ്രദ്ധിക്കുന്ന പോലും ഇല്ലല്ലോ, നടന്നെത്താൻ പറ്റുമോ നോക്കാമെന്ന് പറഞ്ഞ് ഭാമ മുന്നോട്ട് നടക്കുകയാണ്. പക്ഷേ ഭാമയ്ക്കാണെങ്കിൽ 2-3 സ്റ്റെപ്പ് വെക്കുന്തോറും നടക്കാനായിട്ട് കഴിയുന്നില്ല, ആകെ അങ്ങ് വിയർത്ത് കുളിച്ച് തല കറങ്ങുകയാണ്. തുടർന്ന് ഭാമയാണെങ്കിൽ തല കറങ്ങുന്ന ഭാമ അങ്ങ് താഴെ വീഴുകയാണ്, ബോധം കെട്ട് അങ്ങ് റോഡിലങ്ങ് വീണ് കിടക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ശാലിനിയുടെ വണ്ടി ആയിരിക്കും അതുവഴി വരുന്നത്. അപ്പോൾ സത്യഭാമ എന്തായാലും ആ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകും. അപ്പോൾ ഭാമ എന്തായാലും ശാലിനിയെ കാണില്ല, ശാലിനി തന്നെ വന്ന് രക്ഷിക്കും, ഭാമയെ രക്ഷിക്കും. അങ്ങനെയുള്ള എപ്പിസോഡുകളാണ് ഇനി അടുത്തതൊക്കെ വരാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.